നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാജ്യമുണ്ടെങ്കിലേ നമ്മളുള്ളൂ. വിദേശ രാജ്യങ്ങളിലേക്ക് അയക്കുന്ന സർവകക്ഷി പ്രതിനിധി സംഘത്തിൽ നിന്നും തരൂരിനെ കോൺഗ്രസ് വെട്ടിയത് ആ പേടി മൂലം. കോൺഗ്രസിനെ വെട്ടിലാക്കി തരൂരും. അങ്ങനെ കോൺഗ്രസിനെ വെട്ടിലാക്കി വീണ്ടും ശശി തരൂർ. പാകിസ്ഥാനെ തുറന്നു കാട്ടാൻ കേന്ദ്ര സർക്കാർ വിദേശ രാജ്യങ്ങളിലേക്ക് അയക്കുന്ന സർവകക്ഷി പ്രതിനിധി സംഘത്തിലേക്ക് ശശി തരൂർ എംപിയെ ശുപാർശ ചെയ്യാതിരുന്ന കോൺഗ്രസിനെ വിമർശിച്ച് ബിജെപി. രാഹുൽ ഗാന്ധി നൽകിയ പട്ടികയിൽ മുൻ കേന്ദ്രമന്ത്രി ആനന്ദ് ശർമ്മ, എംപിമാരായ ഗൗരവ് ഗൊഗോയ്, നാസിർ ഹുസൈൻ, രാജ്പ്രാർ എന്നിവരെയാണ് നിർദ്ദേശിച്ചിരുന്നത്. കോൺഗ്രസ് നൽകിയ പട്ടികയ്ക്കെതിരെ ബിജെപി വിമർശനം കടുപ്പിക്കുകയാണ്. പാക് അനുകൂലികളെയാണ് കോൺഗ്രസ് പട്ടികയിൽ ഉൾപ്പെടുത്തിയതെന്നാണ് ബിജെപി വിമർശനം. പട്ടികയിലുള്ള ഗൗരവ് ഗൊഗോയും ഭാര്യയും പാകിസ്ഥാനിൽ കഴിഞ്ഞിരുന്നെന്നും പാക് ഏജന്റുമാരാണെന്നുള്ള അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ നാളുകളായി ഉന്നയിക്കുന്ന ആക്ഷേപം ബിജെപി ഓർമ്മപ്പെടുത്തി. പാകിസ്ഥാനെ സിന്ദാബാദ് വിളിച്ചവരാണ് നാസിർ ഹുസൈൻ എംപിയുടെ അനുയായികളെന്നും ബിജെപി വക്താവ് അമിത് മാളവിയ സമൂഹമാധ്യമത്തിൽ വിമർശിച്ചു. അടുത്ത വെള്ളിയാഴ്ച മുതൽ 2 ആഴ്ചയോളം നീണ്ടു നിൽക്കുന്ന ദൌത്യത്തിൽ 7 സംഘങ്ങളെയാണ് ഇന്ത്യ വിദേശ രാജ്യങ്ങളിലേക്ക് അയക്കുന്നത്. US, യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ്, ജപ്പാൻ, ആഫ്രിക്കൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിലാണ് പാകിസ്ഥാനെ തുറന്നുകാട്ടാനുള്ള ഇന്ത്യയുടെ നയതന്ത്ര പരിപാടി. 7ൽ 3 സംഘങ്ങളെ പ്രതിപക്ഷ പാർട്ടി നേതാക്കളാണ് നയിക്കുന്നത്. ഓരോ പാർട്ടികളോടും പ്രതിനിധി സംഘത്തിലേക്ക് പേരുകൾ നിർദ്ദേശിക്കാൻ ദൌത്യത്തിന്റെ ഏകോപന ചുമതലയുള്ള മന്ത്രി കിരൺ റിജിജു ആവശ്യപ്പെട്ടിരുന്നു. ശശി തരൂരിനെ ഒഴിവാക്കിയാണ് കോൺഗ്രസ് പട്ടിക നൽകിയത്. ശശി തരൂർ പാർട്ടി പരിഗണിച്ച വ്യക്തിയല്ലെന്ന് വ്യക്തമാക്കി രാഹുൽ ഗാന്ധി നൽകിയ പട്ടികയിലെ വിവരങ്ങൾ പാർട്ടി വക്താവ് ജയറാം രമേശ് പുറത്തുവിട്ടു. രാഹുൽ ഗാന്ധി നൽകിയ പട്ടികയിൽ മുൻ കേന്ദ്രമന്ത്രി ആനന്ദ് ശർമ്മ, എംപിമാരായ ഗൗരവ് ഗൊഗോയ്, നാസിർ ഹുസൈൻ, രാജ്പ്രാർ എന്നിവരെയാണ് നിർദ്ദേശിച്ചത്. എന്നാൽ ഈ പേരുകളൊന്നും കേന്ദ്ര സർക്കാർ പരിഗണിച്ചില്ല. പകരം ശശി തരൂരിനെ ഉൾപ്പെടുത്തി. US, UK എന്നിവിടങ്ങളിലേക്കുള്ള സംഘത്തിന്റെ തലവനായാണ് കോൺഗ്രസിന്റെ പ്രതിനിധിയായി തരൂരിനെ ഉൾപ്പെടുത്തിയത്. തനിക്ക് കിട്ടിയ ക്ഷണത്തെ അഭിമാനത്തോടെ സ്വീകരിക്കുന്നുവെന്ന് പ്രതികരിച്ച തരൂർ കേന്ദ്ര സർക്കാരിന്റെ ക്ഷണിതാവായാണ് താൻ പങ്കെടുത്തതെന്ന പരോക്ഷ സൂചന നൽകി. രാജ്യ താൽപര്യമാണ് പ്രധാനം. 5 രാജ്യങ്ങളിലേക്കുള്ള സംഘത്തെ നയിക്കാനുള്ള ക്ഷണം വലിയ അംഗീകാരമാണ്, തരൂർ സമൂഹ മാധ്യമമായ എക്സിൽ കുറിച്ചു. കഴിഞ്ഞ കുറെ നാളുകളായി തരൂരും കോൺഗ്രസുമായുള്ള ഏറ്റുമുട്ടലിന്റെ തുടർച്ചയാണ് പ്രതിനിധി സംഘത്തിലേക്കുള്ള പട്ടികയിലും പ്രതിഫലിച്ചിരിക്കുന്നത്. പാർട്ടി നിലപാടാണ് പൊതുസമൂഹത്തിൽ പറയേണ്ടതെന്ന ലക്ഷ്മണരേഖ കോൺഗ്രസ് വരച്ചെങ്കിലും വിദേശകാര്യ വിഷയത്തിന്റെ ഇപ്പോൾ എങ്ങനെയാണോ പ്രതികരിക്കുന്നത് അങ്ങനെ തന്നെയാകും തുടർന്നെന്നും തരൂർ തിരിച്ചടിച്ചിരുന്നു. കേന്ദ്ര സർക്കാർ നിലപാടിനെ പിന്തുണയ്ക്കുന്ന തരൂർ ദൌത്യ സംഘ തലവനായതും സ്വാഭാവികം. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് സർവകക്ഷി സംഘത്തെ നയിക്കാൻ തന്നോട് ആവശ്യപ്പെട്ടത് കേന്ദ്ര സർക്കാരാണെന്നും താൻ അഭിമാനത്തോടെ യെസ് പറഞ്ഞുവെന്നും ശശി തരൂർ. താൻ ഒരു പാർലമെന്ററി കമ്മിറ്റിയുടെ അധ്യക്ഷൻ കൂടിയാണ്. വിവാദം കോൺഗ്രസിനും സർക്കാരിനും ഇടയിലാണ്. അതേക്കുറിച്ച് തനിക്ക് അറിയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേന്ദ്ര സർക്കാരിൽ നിന്ന് പാർലമെന്ററി കാര്യ മന്ത്രിയാണ് തന്നെ വിളിച്ചത്. ഈ ക്ഷണത്തെക്കുറിച്ച് താൻ പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. രാഷ്ട്രീയമുണ്ടെങ്കിലേ രാഷ്ട്രത്തിന് പ്രസക്തിയുള്ളൂ. 88 മണിക്കൂർ നീണ്ട യുദ്ധം നമ്മൾ കണ്ടതാണ്. ഇക്കാര്യത്തിൽ രാഷ്ട്രീയം കാണുന്നില്ല. ഭാരതം ഒരു പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ ഒരു പൗരനോട് ഒരു കാര്യം ആവശ്യപ്പെടുമ്പോൾ അത് നിറവേറ്റണം. കോൺഗ്രസ് നേതൃത്വത്തിന് തന്റെ കഴിവിലും കഴിവില്ലായ്മയിലും വ്യത്യസ്തമായ അഭിപ്രായം കാണും. ആർക്കും എന്നെ അത്ര എളുപ്പത്തിൽ അപമാനിക്കാൻ കഴിയില്ല. ദേശസേവനം പൗരന്മാരുടെ കടമയാണെന്നാണ് എന്റെ വിശ്വാസം. എന്നെ ക്ഷണിച്ചതുകൊണ്ട് താൻ പോകുമെന്നും ശശി തരൂർ വ്യക്തമാക്കി. ശശി തരൂരിനെ കൂടാതെ വിദേശ രാജ്യങ്ങളിലേക്കുള്ള പ്രതിനിധി സംഘങ്ങളെ വിവിധ രാഷ്ട്രീയ കക്ഷികളിൽ നിന്നുള്ളവരാണ് നയിക്കുന്നത്. NDAയിൽ നിന്ന് BJPയുടെ രവിശങ്കർ പ്രസാദ്, ബൈജയന്ത് പാണ്ഡെ, JDUവിന്റെ സഞ്ജയ് കുമാർ ജ, ശിവസേന ഷിൻഡെ വിഭാഗത്തിൽ നിന്ന് ശ്രീകാന്ത് ഷിൻഡെ, പ്രതിപക്ഷത്ത് നിന്ന് DMKയുടെ കനിമൊഴി, NCPയുടെ സുപ്രിയ സുലെ എന്നിവരും ഓരോ സംഘത്തെയും നയിക്കുമെന്നാണ് തീരുമാനം. 7 സംഘങ്ങളെയാണ് വിദേശ രാജ്യങ്ങളിലേക്ക് ഇന്ത്യ അയക്കുന്നത്. US, യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ്, ജപ്പാൻ, ആഫ്രിക്കൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിലാണ് പാകിസ്ഥാനെ തുറന്നുകാട്ടാനുള്ള ഇന്ത്യയുടെ നയതന്ത്ര പരിപാടി. 7ൽ 3 സംഘങ്ങളെ പ്രതിപക്ഷ പാർട്ടി നേതാക്കളാണ് നയിക്കുന്നത്. ഓരോ പാർട്ടികളോട് പ്രതിനിധി സംഘത്തിലേക്ക് പേരുകൾ നിർദ്ദേശിക്കാൻ ദൌത്യത്തിന്റെ ഏകോപന ചുമതലയുള്ള മന്ത്രി കിരൺ റിജിജു ആവശ്യപ്പെട്ടു. കോൺഗ്രസ് ശശി തരൂരിനെ ഒഴിവാക്കിയാണ് പട്ടിക നൽകിയത്. രാഹുൽ ഗാന്ധി നൽകിയ പട്ടികയിൽ മുൻ കേന്ദ്രമന്ത്രി ആനന്ദ് ശർമ്മ, എംപിമാരായ ഗൗരവ് ഗൊഗോയ്, നാസിർ ഹുസൈൻ, രാജ്പ്രാർ എന്നിവരെയാണ് നിർദ്ദേശിച്ചത്. ശശി തരൂർ പാർട്ടിയുടെ ചോയ്സ് അല്ലെന്ന് വ്യക്തമാക്കി രാഹുൽ ഗാന്ധി നൽകിയ പട്ടികയിലെ വിവരങ്ങൾ പാർട്ടി വക്താവ് ജയറാം രമേശ് പുറത്തുവിടുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ പേരുകളൊന്നും കേന്ദ്ര സർക്കാർ പരിഗണിച്ചില്ല. പകരം ശശി തരൂരിനെ ഉൾപ്പെടുത്തി. US, UK എന്നിവിടങ്ങളിലേക്കുള്ള സംഘത്തിന്റെ തലവനായാണ് ശശി തരൂരിനെ കോൺഗ്രസിന്റെ പ്രതിനിധിയായി ഉൾപ്പെടുത്തിയത്. കഴിഞ്ഞ കുറെ നാളുകളായി ശശി തരൂരും കോൺഗ്രസുമായുള്ള ഏറ്റുമുട്ടലിന്റെ തുടർച്ചയാണ് പ്രതിനിധി സംഘത്തിലേക്കുള്ള പട്ടികയിലും പ്രതിഫലിച്ചിരിക്കുന്നത്. പാർട്ടി നിലപാടാണ് പൊതുസമൂഹത്തിൽ പറയേണ്ടതെന്ന ലക്ഷ്മണരേഖ കോൺഗ്രസ്
കോൺഗ്രസ് വരച്ചിരുന്നു. എന്നാൽ വിദേശകാര്യ വിഷയത്തിൽ ഇപ്പോൾ എങ്ങനെയാണോ പ്രതികരിക്കുന്നത് അങ്ങനെ തന്നെയാകും തുടർച്ചയെന്നും തരൂർ തിരിച്ചടിച്ചിരുന്നു. അതേസമയം കോൺഗ്രസ് നൽകിയ പട്ടികയ്ക്കെതിരെ BJP വിമർശനം കടുപ്പിച്ചു. പട്ടികയിലുള്ള ഗൗരവ് ഗൊഗോയും ഭാര്യ പാകിസ്ഥാനിൽ കഴിഞ്ഞിരുന്നെന്നും പാക് ഏജന്റുമാരാണെന്നും അസം മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മ നാളുകളായി ഉന്നയിക്കുന്ന ആക്ഷേപം BJP ഓർമ്മപ്പെടുത്തി. തിരുവനന്തപുരത്ത് നരേന്ദ്രമോദി വന്ന് മത്സരിച്ചാലും തന്നെ തോൽപ്പിക്കാനാകില്ലെന്ന് കോൺഗ്രസ് നേതാവ് ശശി തരൂർ MP. ജനത്തിന് മതിയായെങ്കിൽ അവർക്ക് മാറ്റാൻ തീരുമാനിക്കാം. ഇത്തവണത്തേത് ലോക്സഭയിലേക്കുള്ള അവസാന മത്സരമാകുമെന്നും ശശി തരൂർ പറഞ്ഞു. തിരുവനന്തപുരത്ത് മത്സരിക്കാൻ തയ്യാറാണ്, പക്ഷെ അന്തിമ തീരുമാനം എടുക്കേണ്ടത് പാർട്ടിയാണെന്നും ശശി തരൂർ പ്രതികരിച്ചത്. ലീഗ് റാലിയിലെ പലസ്തീൻ പരാമർശത്തിൽ തിരുത്തില്ലെന്നും ശശി തരൂർ പറഞ്ഞു. വിവാദങ്ങൾ അനിവാര്യമാണ്, പറഞ്ഞത് പാർട്ടി ലൈനാണ്. ഗാസ വിഷയത്തിൽ എല്ലാ കാലത്തും ഒരേ നിലപാട് എടുത്തത്. ഗാസ പ്രതിസന്ധിയെക്കുറിച്ച് തന്നെ ആരും പഠിപ്പിക്കേണ്ട, യുദ്ധം നിർത്തി ജനങ്ങളോട് പ്രശ്നത്തിന് പരിഹാരം കാണുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഭീകരപ്രവർത്തനത്തിന് പിന്തുണ നൽകുന്ന പാകിസ്ഥാനെതിരെ വിദേശ രാജ്യങ്ങളുടെ പിന്തുണ ഉറപ്പിക്കാൻ ഇന്ത്യ അയക്കുന്ന MP-മാരുടെ പ്രതിനിധി സംഘത്തിലേക്ക് ശശി തരൂരിനെ നിർദ്ദേശിക്കാതെ കോൺഗ്രസ്. സർക്കാർ പ്രതിനിധി സംഘത്തിൽ ഉൾപ്പെടുത്തിയത് ബഹുമതിയായി കാണുന്നുവെന്ന് ശശി തരൂർ പറഞ്ഞു. ദേശീയ താൽപര്യമുള്ള വിഷയങ്ങളിൽ മാറി നിൽക്കാനാകില്ലെന്നും ശശി തരൂർ Xൽ കുറിച്ചു. വിദേശത്തേക്ക് സംഘത്തെ അയക്കാനുള്ള സർക്കാർ തീരുമാനത്തോടൊപ്പം നിന്നെങ്കിലും പാർട്ടിയോട് ആലോചിക്കാതെ തരൂരിനെ ഉൾപ്പെടുത്തിയതിൽ കോൺഗ്രസ് അതൃപ്തി അറിയിച്ചതായാണ് സൂചന. വിദേശത്തേക്ക് അയക്കേണ്ട സംഘത്തിൽ ഉൾപ്പെടുത്തേണ്ട ആളുകളെക്കുറിച്ച് കേന്ദ്രമന്ത്രി കിരൺ റിജിജു കോൺഗ്രസ് പ്രസിഡന്റുമായി ആശയവിനിമയം നടത്തിയിരുന്നതായി ജയറാം രമേശ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പട്ടിക നൽകാൻ നിർദ്ദേശത്തനുസരിച്ച് ഇന്നലെ വൈകിട്ട് ഈ 4 പേരുകൾ കൈമാറിയതായും ജയറാം രമേശ് പറഞ്ഞു. 7 സംഘങ്ങളെ അയക്കാനാണ് കേന്ദ്രം തീരുമാനിച്ചത്. ഇതിൽ ഒന്നിനെ നയിക്കാൻ ശശി തരൂരിനെ ചുമതലപ്പെടുത്തി. UK US ദൌത്യത്തെ നയിക്കാനാണ് നിർദ്ദേശം. കേരളത്തിൽ നിന്ന് ശശി തരൂർ, ET മുഹമ്മദ് ബഷീർ, ജോൺ ബ്രിട്ടാസ് എന്നീ MP-മാരും മുൻ കേന്ദ്രമന്ത്രി V മുരളീധരൻ വിവിധ സംഘങ്ങളിലായുണ്ട്. ഗൾഫിലേക്കും 3 ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കുമായാണ് സംഘത്തിന്റെ സന്ദർശനമുള്ളത്. 10 ദിവസത്തെ ദൌത്യത്തിന് മുൻപ് MP-മാർക്ക് വിദേശകാര്യ മന്ത്രാലയം മാർഗനിർദ്ദേശം നൽകും. ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള സംഘത്തിന് BJP MP രവിശങ്കർ പ്രസാദ് നേതൃത്വം നൽകും. മുൻമന്ത്രി സൽമാൻ ഖുർഷിദ് ജപ്പാൻ, ദക്ഷിണ കൊറിയ, സിംഗപ്പൂർ എന്നീ രാജ്യങ്ങളിലേക്കുള്ള സംഘത്തെ നയിക്കും. കനിമൊഴി, സുപ്രിയ സുലെ, ഏക്നാഥ് ഷിൻഡെ എന്നിവരും ഓരോ സംഘങ്ങളെ നയിക്കും. പാകിസ്ഥാൻ വിവിധ ഭീകര സംഘടനകൾക്കുമെതിരെ നടപടിക്കുള്ള നീക്കങ്ങൾ UN-ൽ ഉൾപ്പെടെ കേന്ദ്രം ആരംഭിച്ചിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ആഗോള വേദിയിൽ ഇന്ത്യയുടെ പക്ഷം അവതരിപ്പിക്കാൻ സർവകക്ഷി പ്രതിനിധി സംഘം തയ്യാറാണ്. 7 സർവകക്ഷി പ്രതിനിധി സംഘങ്ങൾ രൂപീകരിക്കാൻ സർക്കാർ ഇതിനോടകം തീരുമാനിച്ചിരുന്നു. ഈ പ്രതിനിധി സംഘം അടുത്ത ആഴ്ച മുതൽ ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിലിലെ അംഗരാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള പ്രധാന പങ്കാളി രാജ്യങ്ങൾ സന്ദർശിക്കും. ഇതിൽ കേരളത്തിൽ നിന്നുള്ള MP-മാരായ ശശി തരൂരും ജോൺ ബ്രിട്ടാസും ഉൾപ്പെടുന്നുണ്ട്. അമേരിക്കയിലേക്കുള്ള പ്രതിനിധി സംഘത്തെ നയിക്കുന്നത് ശശി തരൂരാണ്. അതേസമയം ജോൺ ബ്രിട്ടാസ് ജപ്പാനിലേക്കുള്ള പ്രതിനിധി സംഘത്തിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. കശ്മീർ, ഭീകരവാദം, ഓപ്പറേഷൻ സിന്ദൂർ എന്നിവയിലെ ഇന്ത്യയുടെ നിലപാട് ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നതിനായിട്ടാണ് സർവകക്ഷി പ്രതിനിധി സംഘം രൂപീകരിച്ചിരിക്കുന്നത്. പ്രതിനിധി സംഘത്തിലെ അംഗങ്ങൾ ഓരോ ലീഡറിന്റെയും നേതൃത്വങ്ങളിൽ വിവിധ രാജ്യങ്ങളിലേക്ക് പോകും. അമേരിക്ക, ബ്രിട്ടൻ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ദക്ഷിണാഫ്രിക്ക, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് പോയി ഇന്ത്യയുടെ പക്ഷം അവതരിപ്പിക്കും. പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവാണ് ഏകോപന പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ജപ്പാനിലേക്ക് പോകുന്ന പ്രതിനിധി സംഘത്തിലെ അംഗങ്ങളുടെ പേരുകൾ: സഞ്ജയ് ജ MP, ജനതാദൾ യുണൈറ്റഡ് നേതാവ്; സൽമാൻ ഖുർഷിദ്, മുതിർന്ന കോൺഗ്രസ് നേതാവ്, മുൻ വിദേശകാര്യമന്ത്രി; മോഹൻകുമാർ, വിരമിച്ച ഇന്ത്യൻ നയതന്ത്രജ്ഞൻ; യൂസഫ് പഠാൻ, മുൻ ക്രിക്കറ്റ് കളിക്കാരനും ഇപ്പോഴത്തെ പാർലമെന്റ് അംഗവും; ഹിമാൻഷ് ജോഷി, പാർലമെന്റ് അംഗം; ജോൺ ബ്രിട്ടാസ് MP, CPI; വിക്രംജിത്ത് വർഷ്ണെ, പാർലമെന്ററി അംഗം; പ്രധാൻ ബറുവ, പാർലമെന്റ് അംഗം; അപരാജിത സാരംഗി, പാർലമെന്റ് അംഗം. അമേരിക്കയിലേക്ക് പോകുന്ന പ്രതിനിധി സംഘത്തിലെ അംഗങ്ങളുടെ പേരുകൾ: ശശി തരൂർ നേതാവ്, ശംഭവി ചൗധരി, സർഫറാസ് അഹമ്മദ്, സുദീപ് ബന്ദോപാധ്യായ, അരീഷ ബാലയോഗി, ശശാങ്ക് മണി ത്രിപാഠി, ഭുവനേശ്വർ കലിത, മിലിന്ദ് ദിയോറ, തരൺജിത് സിംഗ് സന്ധു അമേരിക്കയിലെ അംബാസിഡർ, വരുൺ ജെഫ് ഡയറക്ടർ IOR. അതിനിടെ തുർക്കിയുടെ പ്രവൃത്തികളും ചർച്ചയാകുന്നു. വലിയ യുദ്ധക്കളികൾ കളിക്കുകയും അമേരിക്കയുടെ രഹസ്യ അജണ്ടകൾ നടപ്പാക്കുകയും ചെയ്യുന്ന ഏകാധിപതിയായ നേതാവാണ് തുർക്കിയുടെ എർദോഗാൻ. ഇന്തോ പാക് സംഘർഷത്തിന് ശേഷം ഇന്ത്യയിൽ നിന്ന് കോടികളുടെ ബിസിനസ് നഷ്ടമായിട്ട് പാകിസ്ഥാനുമായി ചേർന്ന് നിൽക്കുമെന്ന നിലപാട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് എർദോഗാൻ. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമാണ് തുർക്കിയെ ബഹിഷ്കരിക്കുക എന്ന മുദ്രാവാക്യം ഇന്ത്യയിൽ ശക്തമായത്. ഇന്ത്യയിലേക്കുള്ള ആപ്പിൾ ഇറക്കുമതി നിരോധനം, മാർബിൾ ഇറക്കുമതി നിരോധനം, ഇന്ത്യയിലെ വിമാനത്താവളങ്ങളിൽ ഗ്രൗണ്ട് ക്ലിയറൻസ്, ബിസിനസ്സിലേർപ്പെട്ട സെലബി എന്ന തുർക്കി കമ്പനിയെ ഒഴിവാക്കൽ തുടങ്ങിയ ഏകദേശം $284 കോടി ബിസിനസ് നഷ്ടമാണ് തുർക്കിക്കുണ്ടായത്. എന്നിട്ട് തുർക്കിയുടെ ഏകാധിപതിയായ എർദോഗൻ എന്ന യുദ്ധക്കൊതിയിന് അല്പം പോലും കുലുക്കമില്ല. ഇസ്ലാമിക തീവ്രവാദ സംഘടനകളുമായി അടുത്ത
അടുത്ത ബന്ധം പുലർത്തുന്ന നേതാവാണ് എർദോഗാൻ. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് അദ്ദേഹവുമായുള്ള എതിർപ്പ് പല വിധത്തിലുള്ള ഇന്ത്യക്ക് ഭാവിയിൽ ഭീഷണി ആകാൻ സാധ്യതയുണ്ട്.